UK to close all travel corridors from Monday. ഇത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കാനായിട്ട് പോകുന്നത് ഉണ്ടോ എന്ന് സംശയിക്കുന്നവർക്ക് ഹായ് ഗായ്സ്, ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് ഇന്നലെ വൈകുന്നേരം മൊബൈലിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റിനെ കുറിച്ചിട്ടുള്ളതാണ്. ഏവർക്കും അറിയാം, അത് എല്ലാവരെയും ഒന്ന് ഒരു ഭീതിയിൽ ആഴ്ത്തിയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. UK to close all travel corridors from Monday എന്നുള്ള ന്യൂസ് നിങ്ങളുടെ മൊബൈലിലേക്ക് വരികയുണ്ടായി. ഞാനും അതെൻ്റെ എൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലൂടെ മെസ്സേജ് അയക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മറുപടിയും എനിക്ക് അതിനകത്ത് കിട്ടി. അപ്പോൾ അതിൽ കൂടുതൽ എന്നെ ഈ ന്യൂസ് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് എനിക്ക് ആ റിപ്ലൈ വളരെയധികം സഹായിച്ചു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ അപ്ഡേറ്റ്, ഇത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കാനായിട്ട് പോകുന്നത്, ഇന്ത്യയിൽ നിന്ന് UK എത്തുന്നവർക്ക് ഇത് ഏത് രീതിയിൽ ബാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയമെടുപ്പ് കൂട്ടുന്ന രീതിയിലുള്ള ഒരു ന്യൂസ് ആയിരുന്നു. കാരണം പലരും സ്റ്റുഡൻറ് വിസ വന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതേപോലത്തെ ന്യൂസ് അപ്ഡേറ്റുകൾ കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ @me2UK എന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ വരുന്ന അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എനിക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ന്യൂസ് കാണാം. UK to close all travel corridors from Monday. എന്താണ് ട്രാവൽ കൊറിഡോർ? ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ലിസ്റ്റിനകത്ത് ഇന്ത്യ വരുന്നുണ്ടോ? ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും? ഇത്ര കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാം. BBC എന്ന് വന്നിട്ടുള്ള ന്യൂസും അതേപോലെ തന്നെ നമ്മുടെ gov.uk ഗവൺമെൻറ് വെബ്സൈറ്റിലത്തെ ന്യൂസും ഇതാണ് ഞാൻ ഇന്നിവിടെ നോക്കുന്നത്. ഈ കോവിഡ് വേരിയൻറ്റ് വളരെയധികം പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ന്യൂസാണ്. അതുകൊണ്ട് തന്നെ ഡെത്ത് റേറ്റിൽ ഒരു വ്യത്യാസവും. ഡെത്ത് റേറ്റ് എപ്പോഴും 1000-ന് മേലെയാണ് പോകുന്നത്. ഇന്നലെയും ഏകദേശം 1280 ഡെത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടായി. അപ്പോൾ ടോട്ടല് അതായത് 87,000 സംതിങ് ഡെത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടായിരുന്നു. അതേപോലെ ലാസ്റ്റ് ഡേ കോവിഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 55,000 സംതിങ് ആൾക്കാർക്കാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രാവൽ കൊറിഡോർ റദ്ദാക്കുന്നത് മൺഡേ 4 മണിക്ക് തൊട്ടാണ് ഇത് റദ്ദാക്കുന്നത്. ഇത് ഏകദേശം ഫെബ്രുവരി 15 വരയ്ക്കുമാണ് ഈ ബാൻ നിലവിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കൺട്രീസിന്റെ ലിസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ട്രാവൽ കൊറിഡോർ കൊണ്ട് ഉദ്ദേശിച്ചത് മുന്നേ ജൂലൈ ടൈമിലാണ് ജൂലൈ ടൈമിലേക്കാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ട്രാവൽ കൊറിഡോർ ലിസ്റ്റ്. ഇതിനകത്ത് ഒരുപാട് കൺട്രികളുണ്ട്. ഈ കൺട്രിയിൽ വരുന്നവർക്ക് കോവിഡിന്റെ ടെസ്റ്റോ അല്ലെങ്കിൽ അവർക്ക് ക്വാറന്റൈനോ അങ്ങനെയുള്ള ഒരു കാര്യം അവർക്ക് വേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ UK സിറ്റിസൺ തന്നെയാണെങ്കിൽ തിരിച്ചു വരികയാണെങ്കിൽ തന്നെ അവർക്ക് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളും UK ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് റദ്ദാക്കുന്നതിലൂടെ ഇവരുദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കൺട്രിയിൽ നിന്ന് വരുന്നവർ നിർബന്ധമായിട്ടും 3 ദിവസം മുമ്പ് അല്ലെങ്കിൽ 72 hours മുന്നേ ബോർഡിങ്ങിന് മുന്നേ അല്ലെങ്കിൽ അവിടെ എത്തുന്നതിന് മുന്നേ നിങ്ങൾ കോവിഡ് നെഗറ്റീവ് ടെസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല കമ്പൾസറി 10 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ്. അതിപ്പോൾ UK സിറ്റിസൺ ആണെങ്കിലും ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺട്രിയിൽ നിന്ന് വരുന്ന മറ്റ് സിറ്റിസൺ ആണെങ്കിലും കൂടി ഇത് നിർബന്ധമായിട്ടും വേണ്ടതാണ്. അപ്പോൾ ഈ ട്രാവൽ കോറിഡോർ റദ്ദാക്കുന്നതിലൂടെ അവർ ഇത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് ഒരു ട്രാവൽ ബാൻ എന്നൊരു സംഭവം എവിടെയും കാണിക്കുന്നില്ല. ഇതിനകത്ത് ട്രാവൽ ബാൻ ഉണ്ടോ എന്ന് സംശയിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ടാവും ട്രാവൽ ബാൻ ഇല്ല. ഇനി ഇത് വരുന്ന കൺട്രികളുടെ ലിസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്തുള്ള കൺട്രീസ് നോക്കിക്കോ, ഒരുപാട് കൺട്രീസ് അവൈലബിൾ ആണ്. നിങ്ങൾ വായിച്ചു നോക്കാം. ഭൂട്ടാൻ, അതുപോലെ ബഹ്റൈൻ, ഓസ്ട്രേലിയ, ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറി, ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമുക്ക് നമ്മളുടെ രാജ്യം ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അയർലാൻഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ എവിടെയും ഇന്ത്യനെ കാണാനില്ല. അപ്പോൾ ഇന്ത്യ ഇതിനകത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗായ്സ്, ട്രാവൽ കൊറിഡോർ ലിസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ. ഇവര് ഈ പറഞ്ഞ കൺട്രീസ്, ഈ താഴത്ത് കൊടുത്തിട്ടുള്ള കൺട്രീസിനകത്ത് വരുന്നവർക്ക് സെൽഫ് ഐസൊലേഷനോ മറ്റു തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സോ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്സോ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇന്നലത്തെ അപ്ഡേറ്റിന് ശേഷം ഈ പറഞ്ഞ കൺട്രിയിലുള്ള എല്ലാവർക്കും തന്നെ സെൽഫ് ഐസൊലേഷനും
നെഗറ്റീവ് കോവിഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ടും നിർബന്ധമായിട്ട് ക്യാരി ചെയ്യണം. പണ്ടേ നമ്മൾ ഈ ലിസ്റ്റിലില്ല. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും പേടിക്കേണ്ടതായിട്ടില്ല. നമ്മൾ പണ്ട് തൊട്ടേ പോകുമ്പോൾ എല്ലാ റൂൾസും നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഈ പാസഞ്ചർ ലൊക്കേറ്റർ ഫോം തുടങ്ങി ഇപ്പോൾ കോവിഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് വരെ നമുക്ക് ബാധകമുള്ളതാണ്. നമ്മൾ അതെടുത്ത് അങ്ങോട്ട് പോവുക, അത് എത്രയേ ഉള്ളൂ. ഈ കാര്യത്തിനകത്ത് നമ്മൾ തലപോക്കേണ്ട കാര്യമില്ല. ഇത് അത്ര വലിയൊരു ആനക്കാര്യമൊന്നുമല്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. പണ്ട് തൊട്ടേ നമ്മൾ ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും തന്നെ പേടിക്കാനേ ഇല്ല. ഓക്കെ, അപ്പോൾ ഫ്ലൈറ്റ്സിനോ മറ്റൊരു തരത്തിലുള്ള ഒരു കാര്യത്തിനോ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഓക്കെ, അത് ഞാനിപ്പോൾ ഈ ന്യൂസിനകത്ത് തലങ്ങും വിലങ്ങും അരിച്ചു പറിച്ച് നോക്കിയപ്പോഴും എനിക്കിതിനകത്ത് അങ്ങനെ ഒന്നും കാണാനായിട്ട് കണ്ടില്ല. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്ത് ആ മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം ഞാനത് ഓക്കെ ആണ്, ജെന്യുവൻ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം ഞാനത് വീഡിയോയിലൂടെ തന്നെ പറയും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ പോവാൻ നിൽക്കുന്നവരെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഓക്കെ ആണ്, നിങ്ങൾ ഫ്ലൈറ്റ് ഓപ്പറേറ്റേഴ്സുമായിട്ട് സംസാരിക്കുക, എല്ലാം ഓക്കെ ആണെന്ന് ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പറക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലോട്ട് വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരിക്കും